രണ്ട് തരത്തിലുള്ള ആഭ്യന്തര കലാപത്തിലാണ് CPM പെട്ടുഴലുന്നത്. ഒന്ന്, CPMനകത്ത് തന്നെ പുതിയ ശാക്തിക ചേരികൾ ഉണ്ടായി വരികയാണ്. ഒരു കാലഘട്ടത്തിൽ കണ്ണൂർ ലോബി, തെക്കൻ ലോബി എന്ന് രണ്ട് ലോബി ഉണ്ടായിരുന്നു. അത് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ്, ഒരു സംഘം പ്രവർത്തകർ, കണ്ണൂരിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പ്രവർത്തകർ, അതിനു മുമ്പേ നയനാരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ, VSൻ്റെ നേതൃത്വത്തിലുള്ള ഇപ്പുറത്തുള്ള, എപ്പോഴും ഒരു തെക്ക് വടക്കും ഒരു പോര് ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു ഗ്രൂപ്പ് പോരിൻ്റെ പേരും ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇതാ കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നു. അത് ഇപ്പോഴത്തെ പോരും തെക്ക് വടക്ക് തന്നെയാണ് നിൽക്കുന്നത്. അതാണ് അതിൻ്റെ രസകരമായ കാര്യം. തെക്ക് MA ബേബിയും വടക്ക് പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷും. പിണറായി വിജയൻ, MV ഗോവിന്ദൻ മാഷ്, അച്യുതണ്ടെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അവർ രണ്ട് കൂട്ടരും കൂടി പാർട്ടിയെ പിടിച്ചെടുത്തു, ഭരണം പിടിച്ചെടുത്തു എന്നതുള്ളതാണ് ആക്ഷേപം. അതിനെതിരെ ശക്തമായ ലോബിയാണ് തെക്കൻ ജില്ലയിലുള്ള രാജീവും ബാലഗോപാലും, KN ബാലഗോപാലും, MA ബേബി അടക്കമുള്ളവർ മുന്നിൽ വെക്കുന്നത്. സ്വരാജിനെ പോലെയുള്ളവർ ഒരു നിഷ്പക്ഷ നിലപാടിൽ നിൽക്കുന്നു. തോമസ് ഐസക്ക് ഇതെന്താണ് ട്രെൻഡ് എന്നറിഞ്ഞതിന് ശേഷം നോക്കാൻ നിൽക്കുന്നു. കാരണം അദ്ദേഹം എപ്പോഴും പാർട്ടിയുടെ പൊതു താല്പര്യം നോക്കി അങ്ങനെ പോകുന്നൊരു ലൈനാണ് പുള്ളി. അല്ലാതെ റിസ്കുകളൊന്നും എടുത്ത് ഗ്രൂപ്പ് കളിക്കാനൊന്നും പുള്ളിക്ക് താല്പര്യമില്ല, അങ്ങനെ ചെയ്യുന്ന ആളുമല്ല. ഇതിനിടയിലാണ് CPI-CPM സംവാദം നടക്കുന്നത്. ഉപകക്ഷി, പിന്നെ നിയമസഭയുടെ ഉപനേതാവായിട്ടുള്ള പ്രധാന നേതാവ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്. അത് ബാലഗോപാൽ ആകുമോ ഇല്ലയോ എന്നൊരു ചർച്ചയുണ്ടായിരുന്ന അവസാനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെയായി. അങ്ങനെയാണ് പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയുന്നത് CPIക്ക് കിട്ടിയേ കഴിയൂ എന്ന് പറഞ്ഞ് CPI വളരെ വലിയ ബഹളത്തിലാണ്. CPIയുടെ രാജ്യസഭാ മെമ്പർ സന്തോഷ് കുമാർ ബഹളമുണ്ടാക്കി. ഇന്നൊരു PP സുധീർ ബഹളമായി വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാം നിര നേതാക്കളെ കൊണ്ട്, ഒന്നാം നിര നേതാവായ ബിനോയ് വിശ്വം പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്തില്ല. ഇപ്പം പിടിക്കും, ഉടനെ പിടിക്കും, ഇപ്പം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങും, പിടിക്കും, അങ്ങനെ ചെയ്യും, ഞങ്ങൾ ഉടൻ തന്നെ റെഡിയാക്കും എന്നൊക്കെ പറഞ്ഞ് വേണ്ട ബഹളം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ബിനോയ് വിശ്വത്തിൻ്റെ നാവടഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് ലെവൽ ലീഡർമാർ, ചെറുപ്പക്കാരായിട്ടുള്ള സെക്കൻഡ് ലെവൽ ലീഡർമാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവർ വലിയ ആവേശത്തിലാണ്. അവർ ഇപ്പോൾ പറയുന്നത് നിയമസഭാ ഉപകക്ഷി നേതാവ് സ്ഥാനം, ഡെപ്യൂട്ടി ലീഡർ സ്ഥാനം അവർക്ക് കിട്ടിയേ കഴിയൂ. ഒരു കാര്യമില്ല. ഇപ്പോൾ 2 മാസമാകുന്നു, അസംബ്ലി വന്നിട്ട് 1.5 മാസം കഴിഞ്ഞു. എന്തായാലും ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ യോഗം ചേരുന്നുമില്ല. ചേർന്നാലും ഒരുപാട് ആളുകളില്ല. ആകപ്പാട് CPMന് 25 മെമ്പർമാർ, 9 പേർ CPIക്ക്, ഒരാൾ ജനതാദൾ, 3 പേരേ ഉള്ളൂ. വേറെ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് കൂടാൻ, പാർലമെൻ്ററി പാർട്ടി ഇടതുപക്ഷം എന്ന് പറഞ്ഞ് കൂടാൻ ഒരുപാട് സംഘടനകളുമില്ല. കേരള കോൺഗ്രസ്, ഗണേഷിൻ്റെ ഇല്ല, കോൺഗ്രസ് എസ് ഇല്ല, INL ഇല്ല, പിന്നെ കോവൂർ കുഞ്ഞമോൻ്റെ ഇല്ല, അങ്ങനെ ഒരുപാട് പാർട്ടികൾ ഇല്ലാതായി. പിന്നെ ആൻ്റണി രാജുവിൻ്റെ പാർട്ടി, ഒരു 6, 7, 8, 10 പാർട്ടികൾ LDFൽ ഇല്ലാതായി ഈ തെരഞ്ഞെടുപ്പോട് കൂടി. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആപ്പാടെ 3 പാർട്ടികൾ, 3 പാർട്ടിയിൽ ഒരു പാർട്ടിക്ക് ഒരു MLA ഉള്ളൂ. കൂത്തുപറമ്പ് MLA പ്രവീൺ മാത്രമേ ഉള്ളൂ. ബാക്കി 2 പേരും എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട 2 പേരെന്ന് പറഞ്ഞാൽ CPM അവർ തമ്മിലാണ് സംഘർഷമുള്ളത്. പക്ഷെ എന്തായാലും ആ സംഘർഷമുണ്ട്. അപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് ആരാണെന്നുള്ള തർക്കം വലിയ തർക്കമാണ്. അതുപോലെ തർക്കം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്നു. CPMനകത്ത് ഇനി പഴയ ഗ്രൂപ്പുകളല്ല ഉണ്ടാവുക. ബേബിയുടെ നേതൃത്വത്തിൽ പുതിയ ഗ്രൂപ്പ് വളർന്നു വരുന്നു. അപ്പോൾ അടുത്ത 5 വർഷം കൊണ്ട് തെക്കൻ മേഖലയിൽ നിന്നുള്ള ആളുകൾ വളർന്നു വരും. അതിനനുസരിച്ച് വടക്കൻ മേഖല, കണ്ണൂർ ലോബി സമ്മതിക്കുമോ എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. പിണറായിയുടെ കാലം കഴിഞ്ഞാൽ കണ്ണൂർ ടീമിനെ ആര് നയിക്കും എന്നുള്ളതും വലിയൊരു വിഷയമാണ്. ഗോവിന്ദൻ മാഷിനൊന്നും അങ്ങനെ കേരളം മുഴുവൻ നയിച്ച് ജനങ്ങളെ മൊബിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമുള്ള ആളല്ല. അപ്പോൾ പിന്നെ MV ജയരാജനാണ് പിന്നെയുള്ളത്. MV ജയരാജനും അങ്ങനെ കപ്പാസിറ്റി ഉള്ളൊരു മനുഷ്യനല്ല. P ജയരാജന് കുറച്ച് കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ P ജയരാജനെ പിണറായി തന്നെ അടുപ്പിച്ചിട്ടില്ല. പിന്നെ ശൈലജ ടീച്ചറിനെ പോലെയുള്ള ആളുകളാണുള്ളത്. അവിടെ ഒരു വലിയ പ്രശ്നം CPM നേരിടാൻ പോകുന്നത് ഇതിൻ്റെ സാമ്പത്തികമുണ്ടല്ലോ. ഇത് പണം വേണമല്ലോ, പണം വേണം. ഈ പാർട്ടി ചലിക്കണമെങ്കിൽ അതിനുള്ള പണം കണ്ടെത്തണം. അപ്പോൾ അത് ആളുകൾ കൊടുക്കണം. അതിൻ്റെ പ്രശ്നവുമുണ്ട്. ഗ്രൂപ്പ് പോരുമുണ്ട്. എന്തായാലും CPM രണ്ടാകുമോ? CPI സംഘർഷം ഏത് തലങ്ങളിലേക്ക് വളരും? ഇത് രണ്ടും CPMൻ്റെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.